ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിച്ചു. 3-ാമത്തെ അധ്യായം നമുക്ക് ഇന്ന് ആരംഭിക്കാം. നാം വായിക്കുന്നത്, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. അത് നിമിത്തം എന്ന് പറയുമ്പോൾ അത് മറ്റൊന്നിന്റെ തുടർച്ചയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഏത് നിമിത്തം എന്ന് പറയുന്നതായിട്ടുള്ള ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട്. അത് 2-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളിൽ, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അതായത് ജാതികളെയും യഹൂദന്മാരെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ഒരു വിശുദ്ധ മന്ദിരമായി ആത്മാവിൽ ഒന്നിച്ച് പണിതു വരുന്നത് കൊണ്ട് അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ അതിന്റെ തുടർച്ച എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ചിന്തിക്കാറില്ല. തുടർമാനമായിട്ട് അതിനെ പഠിക്കാനായിട്ട് താല്പര്യപ്പെടാറില്ല. പലപ്പോഴും ഒരു ഭാഗം വായിച്ച് അവിടെ വെച്ചു, പിന്നെ ഒരു ദിവസം വേറൊരു ഭാഗം വായിച്ചു, അപ്പോൾ അതിനു മുമ്പ് വായിച്ചതെല്ലാം മറന്നുപോയി. അങ്ങനെ ഒരു പ്രശ്നമാണ് പൊതുവെ വിശ്വാസികൾക്ക് ഉണ്ടാകാറുള്ളത്. എന്നാൽ ദൈവവചനത്തിന്റെ പഠനത്തിന് നാം നേരത്തെ വായിച്ചതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നാം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ അധ്യായങ്ങളും വാക്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി മനുഷ്യരാണ് ഇങ്ങനെ വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ ആയിട്ട് വേർതിരിച്ചത്. അപ്പോൾ ജാതികളെയും യഹൂദന്മാരെയും ഒരേപോലെ കണക്കാക്കിക്കൊണ്ട് അവർ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ രണ്ടുപേരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ യേശുക്രിസ്തുവിൽ ഒരു വിശുദ്ധ മന്ദിരമായി പണിയപ്പെടുന്ന ആ പ്രക്രിയയിൽ അത് പൗലോസ് അപ്പസ്തോലൻ ജാതികളുടെ ഒരു അപ്പസ്തോലനായിട്ട് നിൽക്കുന്നു. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ, ഇവിടെ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അവരിപ്പോഴും ജാതികളാണ് എന്നുള്ള നിലയിലല്ല, മറിച്ച് ജാതികളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വന്നതായിട്ടുള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്, അവരുടെ പശ്ചാത്തലത്തെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഞാൻ ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയുന്നത്. പൗലോസ് ഈ സമയത്ത് ഈ ലേഖനം എഴുതുമ്പോൾ റോമൻ ജയിലിലാണ് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പസ്തോല പ്രവൃത്തികൾ 21-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലനെ പിടിച്ചുകൊണ്ടു പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ റോമൻ ജയിലിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ എഴുതുന്നതെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്നാണ്. ഞാൻ റോമൻ ഗവൺമെന്റിന്റെ ബദ്ധനായിരിക്കുന്നു എന്നോ പട്ടാളത്തിന്റെ കസ്റ്റഡിയിലാണെന്നോ ഒന്നുമല്ല. ഞാൻ ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. എന്താണ് പൗലോസ് അപ്പസ്തോലൻ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ ജയിലിലായിരുന്നു എന്നുള്ളൊരു നിലയിൽ മാത്രമാണ് എന്നാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് അതിനൊരു അർത്ഥമുണ്ട് എന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുയേശു പറയുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ ക്രിസ്തുയേശുവിന്റെ ഒരു അടിമ പോലെ ആയിരിക്കുന്നു ഞാൻ എന്ന് അതിനൊരർത്ഥമുണ്ട്. അതിന്റെ പ്രാഥമികമായ അർത്ഥം എന്ത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട്, ഞാൻ റോമ ഗവൺമെന്റിന്റെ ബദ്ധനായിരിക്കുന്നു എന്നല്ല പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ക്രിസ്തുയേശു എന്നിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യാനായിട്ടുള്ള നിയോഗം, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ബദ്ധനാക്കിയിരിക്കുന്നു എന്നുള്ള നിലയിലും നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ
നാം ആരും ഇപ്പോൾ അങ്ങനെ പൗലോസ് അപ്പോസ്തലനായിരിക്കുന്നത് പോലെ ഒരു ജയിലിലല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നാം ക്രിസ്തുയേശുവിന്റെ ബദ്ധനാണോ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യമാണ്. ക്രിസ്തുയേശുവിനെ ബദ്ധനായിരിക്കുക എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുയേശുവിന്റെ കർത്തൃത്വത്തിന് കീഴിലാണോ നാം, അധികാരത്തിന്റെ കീഴിലാണോ നാം എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് ഒരു യജമാനൻ ഉണ്ടെങ്കിൽ ആ യജമാനന്റെ കീഴിലാണ് നാം എങ്കിൽ ആ യജമാനനോട് നാം ബന്ധിക്കപ്പെട്ടവനാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ബദ്ധന്മാരായിട്ട് തീരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുയേശു നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കാര്യം. ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത്. ബദ്ധനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുയേശുവിന്റെ സുവിശേഷ നിമിത്തം റോമൻ ഗവൺമെന്റിന്റെ ഒരു ബദ്ധനായിരിക്കുന്നു എന്നുള്ളതും, എന്നാൽ അത് ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്നതിന്റെ ഫലമായിട്ട് വന്നതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും ഈ രണ്ട് നിലയിലും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു നിലയിൽ അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അർത്ഥത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മളെല്ലാവരും കർത്താവിന്റെ ബദ്ധനായിരിക്കുക, കർത്താവിന്റെ ദാസന്മാരായിരിക്കുക, അങ്ങനെയും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ ദാസന്മാരാണ് എല്ലാവരും, ദൈവത്തിന്റെ ദാസന്മാരാണ്. ശരി, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച രണ്ടാമത്തെ വാക്യം, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവകൃപയുടെ ഒരു വ്യവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അതായത് രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തി, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അവരെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി, സ്വർഗത്തിലെ രക്ഷിക്കപ്പെടുന്നവർക്ക് സ്വർഗത്തിലെ ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നത്, ഇതെല്ലാമാണ് ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വരുന്നില്ല. അപ്പോൾ ഈ 3 വാക്യങ്ങളിലും മർമ്മം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മർമ്മം എന്ന് പറഞ്ഞാൽ അത് അതിനു മുമ്പ് ഒരിക്കലും വെളിപ്പെടാത്തതും ആദ്യമായിട്ട് ദൈവം തന്റെ അപ്പസ്തോലന്മാരിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ് മർമ്മം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ മർമ്മം എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് വളരെ ഒരു ദോഷമായി അല്ലെങ്കിൽ അതിന് അർഹിക്കാത്തതായിട്ടുള്ള ഒരു പ്രാധാന്യത്തോടു കൂടി ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം ഒരു മർമ്മം വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വളരെ ലാഘവത്തോടെ ഈ വാക്കുകളെ ഉപയോഗിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ ഒരു മർമ്മം എനിക്ക് വെളിപ്പെടുത്തി എന്ന് വന്നാൽ ഇതുവരെയും ആ മർമ്മം ആർക്കും വെളിപ്പെട്ടിട്ടില്ല എന്നും ദൈവം ആദ്യമായിട്ട് അത് എന്നിലൂടെയാണ് വെളിപ്പെടുത്തിയതും എന്നൊക്കെയാണ് അങ്ങനെയുള്ളവർ അവകാശപ്പെടുന്നത്. അങ്ങനെ എന്ന് വന്നാൽ ദൈവവചനം പൂർണ്ണമല്ല എന്നും അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടതായിട്ടുള്ള മർമ്മങ്ങളൊക്കെ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് ഒക്കെ വരും. എന്നാൽ അങ്ങനെ ഉള്ള അവകാശവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 1-ാം നൂറ്റാണ്ടിൽ തന്നെ തന്റെ വിശുദ്ധ അപ്പസ്തോലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം വെളിപ്പെടുത്തി അത് എഴുതി അത് നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ മർമ്മം പറയാം എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളൊക്കെ അവകാശപ്പെടുന്നത് കേവലം വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാവുന്നത് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ബോധ്യമാക്കി തരുന്നു എന്നുള്ള നിലയിൽ മാത്രം. നമുക്ക് അതിനെക്കുറിച്ച് ഉപയോഗിക്കുന്നതായിട്ടുള്ള വാക്ക് ഇലുമിനേഷൻ അല്ലെങ്കിൽ പ്രകാശനം എന്നാണ്. നമുക്ക് വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള സത്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയാതിരുന്നത് നമുക്ക് അത് പ്രകാശിപ്പിച്ചു തന്നു, അത് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിച്ചു എന്നുള്ള നിലയിൽ മാത്രമേ ഇന്ന് ഇരിക്കുന്നുള്ളൂ. അതല്ലാതെ
പുതിയതായ വെളിപ്പാടുകൾ ഇന്ന് ദൈവവചനത്തോട്, ദൈവത്തിന്റെ വചനം എന്നുള്ള നിലയിൽ മനുഷ്യർക്ക് നൽകുന്നില്ല. എന്നാൽ മനുഷ്യരോട് ദൈവം വ്യക്തിപരമായിട്ടൊക്കെ ഇടപെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. വ്യക്തിപരമായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് പലപ്പോഴും അപൂർവങ്ങളിൽ അപൂർവമാണ്. ദൈവാത്മാവിന്റെ സ്വരം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരു ലീഡിംഗ് ആയിട്ട് ലഭിക്കുക എന്ന് പറയുന്നതാണ് പലപ്പോഴും ശരി. എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു, ദൈവം എന്നോട് സംസാരിച്ചു, ഇന്നലെ സംസാരിച്ചു, മിനിഞ്ഞാന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ ദൈവവും ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട് തുടങ്ങിയതായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ ആത്മീയ കോളത്തിൽ വളരെ സുപരിചിതമാണല്ലോ. അതൊക്കെ അവരുടെ തോന്നലുകളോ അതല്ല എങ്കിൽ അവര് ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കുന്നതായിട്ടുള്ള ഉപായങ്ങളോ ആണ്. നമ്മെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നും ആത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരും എന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ആത്മാവ് താൻ ഉപദേശിക്കുന്ന വചനങ്ങളാൽ, ദൈവവചനം നാം ധാരാളമായിട്ട് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴി ദൈവം തൻ്റെ ആത്മാവിലൂടെയാണ് നമ്മോട് ഇടപെടുന്നത്, സംസാരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലാതെ ദൈവം രാത്രിയിൽ എനിക്ക് വെളിപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സ്വപ്നത്തെ ഏതെങ്കിലും സംഭവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അത് ദൈവം നൽകിയ സ്വപ്നമാണ് എന്നുള്ള നിലയിലും ആളുകൾ അവകാശപ്പെടാറുണ്ട്. എന്നാൽ ദൈവം സ്വപ്നങ്ങളിലൂടെ ഒക്കെ വെളിപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇങ്ങനെ വെളിപ്പെട്ടു, ദൈവം എന്നോട് സംസാരിച്ചു, വെളിപ്പെട്ടു, എന്നോട് സ്വപ്നത്തിലൂടെ സംസാരിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളുടെ ജീവിതത്തെ നോക്കിയാൽ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ ഒരു രക്ഷയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു ദൈവോന്മുഖമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരല്ല. പലപ്പോഴും അവര് പല വ്യാജമായിട്ടുള്ള കാര്യങ്ങളിലും മാതൃകയില്ലാത്തവരുമൊക്കെയാണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നമ്പറുകളാണ് മിക്കവാറും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് കാണാം. അപ്പോൾ മർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും അതിനു മുമ്പ് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അത് പുതിയ നിയമത്തിൽ പല മർമ്മങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ ബാബു സോഹൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് ദൈവവചനത്തിൽ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇന്ന് ലഭ്യമാണ് എന്നുള്ളതും നാം ഓർക്കണം. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലന് അതിനു മുമ്പ് ലഭിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ഒരു മർമ്മം പ്രവാചകന്മാരിലൂടെ അത് ഒരു പരിധിവരെയൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അത് അത്ര കൃത്യമായിട്ട് ഇപ്പൊ എബ്രഹാമിന് കൊടുത്തതായിട്ടുള്ള വാക്തത്തിൽ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഒരു വാക്തത്വം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തുയേശുവിലൂടെ സകല ജാതികൾക്കും വരുന്ന രക്ഷയെക്കുറിച്ചാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ പോലും ഈ ജാതികളും യഹൂദന്മാരും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു ശരീരം, ഒരു മന്ദിരം എന്ന പോലെ പണിയപ്പെടും എന്നുള്ളതായ അത്രയും കൃത്യമായ ഒരു വെളിപ്പാട് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. അത് പൗലോസ് അപ്പോസ്തലനിലൂടെ ആണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിലൂടെയാണ് വെളിപ്പെട്ടത്. നമുക്കറിയാമല്ലോ, ജാതികളെയും വിശ്വാസത്തിലേക്ക് സ്വീകരിക്കണം എന്നുള്ളതായ സന്ദേശം ദൈവം പത്രോസിനാണ് ഒരു തുപ്പട്ടിയിൽ നാനാവിധ ഇഴജാതികളെയും മൃഗങ്ങളെയും ഒക്കെ ഇറക്കി കാണിച്ചുകൊണ്ട് വെളിപ്പെടുത്തുന്നത് നമുക്കറിയാം. അപ്പൊ അപ്പോസ്തലന്മാരിലൂടെയാണ്, ഈ പ്രവാചകന്മാരിലൂടെയാണ് ഈ മർമ്മം ഇപ്പോൾ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വരുന്നില്ല. അന്നത്തെ അപൂർണമായിരുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം വ്യക്തമായിരുന്നില്ല. അതിപ്പോഴാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം വീണ്ടും ഒന്നോട് പറയുകയാണ്, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. എന്താണ് ആ മർമ്മം? അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും പണ്ട് വെളിപ്പെടാത്തതും എന്നാൽ ഇപ്പോൾ കൃത്യമായി വെളിപ്പെട്ടതുമായിട്ടുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് വെച്ചാൽ, സുവിശേഷത്താൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ ഉള്ള രക്ഷയും, വിശ്വാസത്താലുള്ള ജീവിതവും, വിശ്വാസത്താലുള്ള മരണവും, ഇത് മൂന്നും അതിനകത്ത് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള ജീവിതം, വിശ്വാസത്തിലുള്ളതായ മരണം, ഇതെല്ലാം ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇതിനെ നമുക്ക് മൂന്നായിട്ട് തിരിച്ച്
വ്യത്യസ്തമായി പഠിക്കുന്നത് പഠനത്തിന് സഹായകരമാകുമെങ്കിലും നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ ഇതിനെ നാം ഒരുമിച്ച് കാണേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ, ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ കൂട്ടവകാശമുണ്ട്. സ്വർഗത്തിലെ എല്ലാ ധനത്തിനും കൂട്ടവകാശമാണ്. നമുക്ക് ആർക്കും ഒരാൾക്കും സ്വന്തമായിട്ടുള്ള ഒരു അവകാശമല്ല, മറിച്ച് ദൈവത്തിന്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരു കൂട്ടവകാശം. ആ കൂട്ടവകാശം കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെയാണ് എന്നുള്ളത് ആണ് അവിടെ. കൂട്ടവകാശികളും ഏകശരീരസ്ഥരും. ഈ ഏകശരീരം എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് നമ്മുടെ സഭയിൽ നാം പലപ്പോഴും വളരെ തുടർച്ചയായിട്ട് പറയുന്നതായിട്ടുള്ള ഒരു വാക്കാണ്. കാരണം അത് ഒരു വലിയ ആത്മീക സത്യമാണ്. അതിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ അതിനെയും ആ വാക്യം ആ വാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു സഭാ ജീവിതം അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് അസാധ്യമാണ് എന്നുള്ളതാണ്. ഒരു ശരീരം പോലെ ഒരു സഭയായിരിക്കണം. സഭയിലുള്ളതായ എല്ലാ അംഗങ്ങളും അവരെ യോജിച്ചിരുന്ന് ദൈവിക പരിപാടിക്ക് വേണ്ടി എല്ലാവരും അവരുടെ പങ്ക് വഹിക്കേണ്ടത് ആവശ്യമാണ്. സ്വതന്ത്രമായി നിൽക്കുവാൻ കഴിയുന്നതോ സാധ്യമാകുന്നതോ അനുവദനീയവുമായ ഒരു അവയവവും ഒരു ശരീരത്തിൽ ഇല്ലാത്തതുപോലെ തന്നെ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമില്ലാത്തതോ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നതോ ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തരോ അവകാശമുള്ളവരോ ആയിട്ടുള്ള ആരും ഒരു സഭയിലില്ല. അങ്ങനെ ഞാൻ സ്വതന്ത്രനാണ്, എൻ്റെ മേൽ ആർക്കും ഒരു അധികാരവുമില്ല, എനിക്ക് യാതൊരു വക കൂട്ടുത്തരവാദിത്വവും ഇല്ല സഭയുടെ കാര്യത്തിൽ എന്ന് ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ അവര് ആ ശരീരമാകുന്ന സഭയ്ക്ക് പുറത്താണ്. ഒരു പക്ഷേ അവര് സഭായോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ടാകും, പ്രാർത്ഥിക്കുന്നുണ്ടാകും, സ്തോത്രം ചെയ്യുന്നുണ്ടാകും. എന്നാൽ അവര് സ്വതന്ത്രരാണ്, ആരോടും എനിക്കൊരു ഉത്തരവാദിത്വവുമില്ല, കടപ്പാടുമില്ല, ആരെ സംബന്ധിച്ചും ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനുമല്ല എന്ന് ചിന്തിച്ചാൽ അങ്ങനെയുള്ള ഒരാൾ ഒരു സഭയിലെ കർത്താവായ യേശുക്രിസ്തു പണിയുന്നതായിട്ടുള്ള സഭയിലെ അംഗമായിരിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഏക ശരീരം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതില്ലാത്തിടത്തോളം കാലം ഒരു ശരീരം പോലെ ഏകോപനത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടവും യഥാർത്ഥത്തിൽ ഒരു സഭ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആ ഏകോപനം ആവശ്യമാണ്. ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ എന്നുള്ള കാഴ്ചപ്പാട് ഒരു സഭയിൽ സാധ്യമല്ല. നമുക്കറിയാമല്ലോ, ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങളും അന്യോന്യം ബന്ധപ്പെട്ടും അന്യോന്യം കൊടുത്തും വാങ്ങിയും ജീവിക്കുന്നതായ ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശരീരത്തിൽ നമുക്കറിയാം, നമുക്ക് മുറിവുകൾ പറ്റാം, ചില ശരീരഭാഗങ്ങളിൽ വേദനകൾ ഉണ്ടാകാം, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ മുറിവുകൾ പറ്റുമ്പോഴും വേദനകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ ശരീരം മുഴുവനായിട്ടുമാണ് അതിൻ്റെ വേദന, അതിൻ്റെ കഷ്ടം അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ സഭയിലെ അംഗമായിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സഭയുടെ അംഗമായിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള കഷ്ടവും പ്രശ്നങ്ങളും ആ സഭയിൽ എല്ലാവർക്കും ഒരളവോളം അത് ബാധിക്കുന്നില്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരാ സഭയുടെ ആ ശരീരത്തിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ശരീരത്തിന്റെ ഭാഗമായി തീരുന്നത് ആത്മാവിനാൽ ഒരുമിച്ച് പണിയപ്പെടുന്നു എന്നാണ് നമ്മൾ തൊട്ടു മുമ്പുള്ള അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിച്ചത്. ആത്മാവിനാലാണ് അവയവങ്ങളെ യഥാർത്ഥത്തിൽ ശരീരത്തോട് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവിനാൽ ശരീരത്തോട് ബന്ധിപ്പിക്കണമെങ്കിൽ ആത്മാവിനെ ലഭിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾക്ക്
യഥാർത്ഥത്തിൽ ദൈവം അവരെ ആത്മാവിനാൽ അവർക്ക് അവരുടെ വാഗ്ദത്തങ്ങൾക്കൊക്കെയും ഒരു ഉറപ്പായിട്ട് ഒരു അച്ചാരമായിട്ട് ആത്മാവിനെ കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ആത്മാവിനെ ലഭിച്ചതായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അത്തരം ആത്മാവ് ലഭിച്ചവരായിട്ടുള്ള ആളുകളുമായ ഒരു സ്വാഭാവിക ബന്ധം അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സഭയിൽ സഭയോട് ചേരത്തക്ക വിധത്തിലുള്ളതായ ഒരു ആത്മീക അനുഭവമോ താല്പര്യമോ ഒരാൾക്കില്ല എന്ന് വന്നാൽ അതിന്റെ അർത്ഥം അവരിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് അവര് വിധേയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാള് ദൈവാത്മാവിനെ ലഭിച്ചാൽ പോലും ആത്മാവിനെ ദുഃഖിപ്പിച്ചോ കെടുത്തിയോ കളയുവാനായിട്ട് മനുഷ്യന് സാധിക്കും. നമ്മളത് വായിക്കുന്നുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ അത്രേ ദൈവത്തിന്റെ മക്കൾ എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരൊക്കെ ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മൾ പറയും. എന്നാൽ വചനം രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം, നയിക്കപ്പെടണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാത്ത ആരെയും രക്ഷിക്കപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ ദൈവമക്കളായിട്ട് ദൈവവചനം പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബൈബിളിൽ ഉടനീളം നമുക്ക് അങ്ങനെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും സൂചനകളുമാണ് ലഭിക്കുന്നത്. എന്തെങ്കിലും ഒരിക്കൽ ഏറ്റുപറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ പിന്നെ ഞാൻ എൻ്റെ വഴിക്കാണ് നടക്കുന്നതെങ്കിൽ ദൈവമക്കൾ എന്ന് പറയുന്നതായിട്ടുള്ള അവകാശം നമുക്ക് അവകാശവാദം ഉന്നയിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. ദൈവമക്കളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പിതാവായിരിക്കുന്ന അപ്പനായിരിക്കുന്ന ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഒരു ശരീരമായിട്ട് നാം തീരുന്നുവെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ശരീരം പോലെ നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സഭയായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ഒരു ശരീരത്തിൽ ധാരാളം അവയവങ്ങളുണ്ട്. ഒരു അവയവത്തിനും സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളില്ല. നമ്മുടെ ചെവിക്ക് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ മൂക്കിന് എന്തെങ്കിലും പറ്റി, അത് മൂക്കിനല്ലേ പറ്റിയത് എന്ന് വിചാരിച്ച് നമ്മുടെ കൈ മാറിയിരിക്കുന്നില്ല. നമ്മുടെ ആമാശയത്തില് നമ്മുടെ ഭക്ഷണമൊക്കെ ഇല്ലാതെയായി ശരീരത്തിനകത്ത് രക്തത്തിനകത്ത് ഗ്ലൂക്കോസ് ലെവൽ താന്നു കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് വരുമ്പോൾ വയറിനല്ലേ ആഹാരം വേണ്ടത്, ഞാൻ അതിനോട് സഹകരിക്കുകയില്ല എന്ന് കൈ പറയുകയില്ല. അതാണ് ഒരു ശരീരത്തിലുള്ളതായിട്ടുള്ള ഏകോപനം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഏത് അവയവത്തിന്റെയും ആവശ്യങ്ങളും പ്രശ്നങ്ങളും അത് എല്ലാ അവയവത്തിന്റെയും ആവശ്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് മാറുന്നു എന്നുള്ള നിലയിൽ മാത്രമേ ഒരു സഭയ്ക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ ഒരു സഭ എന്നും വിളിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞായറാഴ്ച ഒരുമിച്ച് കൂടി 4-5 പാട്ടും പാടി കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി ഒരു സന്ദേശവും കേട്ടിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരു സഭയിലെ അംഗമാണ് എന്നൊക്കെ പറയുന്നത് വെറും വ്യാജമായിട്ടുള്ള അവകാശവാദമാണ്. സഭ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗം ഒരിക്കലും ആകുവാനായിട്ട് കഴിയുകയില്ല. പിന്നെ സഭ എന്നുള്ള വാക്കിന് കൂട്ടം എന്നും ഒരർത്ഥമുണ്ട്. ആ ഒരർത്ഥത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിന്റെ അംഗമാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ഏക ശരീരമായിട്ട് തീരത്തക്ക വിധത്തിൽ ഒരു ശരീരമായിട്ട് നാം തീരണമെങ്കിൽ നാം അന്യോന്യം കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. നാം എഫെസ്യർക്ക് എഴുതിയ ലേഖനം തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു അവയവവും സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന അവയവങ്ങളല്ല. എല്ലാ അവയവങ്ങളും അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ അതിന് ഒരു ശരീരം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു ശരീരമായിട്ട് നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്, നാം ദൈവത്തിന്റെ സഭയായി തീരും. ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പോൾ ആ മർമ്മം ജാതികളെ പ്രത്യേകമായിട്ട് ദൈവം കാണുന്നില്ല. അവര് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവസഭയോട് ചേർക്കപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്നതായിട്ടുള്ള എല്ലാ വാക്തത്വങ്ങളിലും ജാതി, മത, വർഗ, ലിംഗഭേദമന്യേ എല്ലാവർക്കും
ഒരു പങ്കാളിത്തമുണ്ട്. അത് ക്രിസ്തുയേശുവിലൂടെയാണ് ആ ഒരു പങ്കാളിത്തം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മർമ്മം. 7-ാമത്തെ വാക്യത്തില് ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. അപ്പോൾ ഈ സുവിശേഷം എന്ന് പറയുന്നത് എത്രയോ വലിയ ഒരു കാര്യമാണ്. സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള മർമ്മം എത്രയോ ശ്രേഷ്ഠമാണ്. അതിനുശേഷം പറയുകയാണ്, ആ സുവിശേഷത്തിന് ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നു. അപ്പോൾ സുവിശേഷത്തിന് ശുശ്രൂഷക്കാരനായി തീരുന്നത് എങ്ങനെയാണ് എന്നാണ്, പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് അങ്ങനെ ആയിത്തീർന്നത് എന്നാണ് 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം. അതെന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ. ഇതാണ് യഥാർത്ഥത്തിൽ ഒരുവന് ലഭിക്കുന്നതായിട്ടുള്ള ആത്മീക ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ക്രിസ്തീയ ലോകത്തേക്ക് നോക്കിയാൽ ആത്മീക ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഏതെങ്കിലും ഒരു സെമിനാരിയിൽ പോയി എടുത്തതായ 5-8 വർഷത്തെ സെമിനാരി ദൈവശാസ്ത്രത്തിലുള്ള ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അതുപോലെയുള്ള കാര്യങ്ങളും പിന്നെ പ്രവൃത്തി പരിചയം, ഏതെങ്കിലും സഭയിൽ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള പ്രവൃത്തി പരിചയമൊക്കെയാണ് ആത്മീയ ശുശ്രൂഷ രംഗത്ത് ആവശ്യപ്പെടുന്നതായിട്ടുള്ള യോഗ്യതകൾ. അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ദേശത്ത് അത്രത്തോളം വ്യാപകമല്ല. എങ്കിലും ഇവിടെ ആക്കുന്നത് ആരാണ്, എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് നമുക്ക് ലഭിച്ചതായിട്ടുള്ള എന്തെങ്കിലും വിദ്യാഭ്യാസമല്ല, നമ്മളുടെ എന്തെങ്കിലും ബുദ്ധി വൈഭവമല്ല, മറിച്ച് അത് ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം, അതായത് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് മുഖാന്തരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, തന്റെ കൃപയാൽ നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ദാനമാണ് ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, അതിന് ദൈവം വളരെ വ്യക്തമായിട്ടുള്ള യോഗ്യതകളൊക്കെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ഒരു അധ്യക്ഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മൂപ്പനെ സംബന്ധിച്ച് യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യതകൾ മറ്റ് അവിടെ മൂപ്പൻ എന്നുള്ളതും അധ്യക്ഷൻ എന്നുള്ളതും അതിന്റെ മൂലഭാഷയിലെ പദങ്ങൾ പരിശോധിച്ചാൽ അത് രണ്ടും രണ്ട് വാക്കുകളാണ് എന്ന് നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് അതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആത്മീയ ശുശ്രൂഷ രംഗത്തുള്ളതായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടുന്നതായിട്ടുള്ള യോഗ്യതകളാണ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലും അതുപോലെ തന്നെ തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയ ശുശ്രൂഷയ്ക്കുള്ളതായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ യോഗ്യത ഒരു സുപ്രഭാതം കൊണ്ട് ഉണ്ടാകുന്നതല്ല, ഒരു ഡിഗ്രി സമ്പാദിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതല്ല, ദൈവവചനം നാം പഠിച്ച് അതിൽ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നേടുന്നതായിട്ടുള്ള പ്രാഗൽഭ്യം കൊണ്ട് നേടുന്നതല്ല, നമ്മളുടെ ദൈവവചനത്തിലുള്ള അഗാധമായിട്ടുള്ള അറിവുകൾ കൊണ്ട് നാം നേടുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവം നമുക്ക് തന്റെ കൃപയാൽ തരുന്നതായിട്ടുള്ള ദാനമാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവവചനത്തിന്റെ മറ്റുള്ളവരെ ഉപദേശിപ്പാനുള്ള സാമർഥ്യമൊക്കെ അതിനകത്ത് നമുക്ക് വേണ്ടുന്നതാണെന്ന് നമുക്കറിയാം. വചനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ശരിയായ ഗ്രാഹ്യം അതിന് ആവശ്യമാണ്. ഇതെല്ലാം സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു എന്നാണല്ലോ നാം വായിക്കുന്നത്. എല്ലാവരെയും സംബന്ധിച്ചും അതാണ് ആഗ്രഹം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാർ ആകുവാൻ പ്രായമായി അല്ലെങ്കിൽ കാലമായി. അപ്പോൾ എല്ലാവരും ആത്മീയമായിട്ടുള്ള വളർച്ചയിലും പക്വതയിലും മുമ്പോട്ട് പോയി ഉപദേഷ്ടാക്കന്മാർ ആകുന്ന തലത്തിലേക്കുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു തലത്തിലേക്ക് ആളുകൾ വളരുന്നില്ല എന്നുള്ളത് ഒരു പ്രായോഗിക യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ആളുകള് അതിനെ ഒരു സ്ഥാനമായിട്ടോ അധികാരമായിട്ടോ ഒരു മഹത്വമായിട്ടോ ഒക്കെ കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒക്കെ ആളുകൾ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ
അത് സംബന്ധിച്ച് ദൈവവചനത്തിന്റെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് അതിന് യോഗ്യതകളുണ്ട്. അത് മാത്രമല്ല, അതിന് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കണം. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ദൈവത്തിന് കണക്ക് കൊടുക്കണം. അതിന് അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളുണ്ട്, യോഗ്യതകളുണ്ട്. അതുപോലെ തന്നെ ശിക്ഷയുമുണ്ട്. അധിക ശിക്ഷാവിധി വരുമെന്ന് വെച്ച് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സങ്കീർണതയുള്ള, അതായത് ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ഭയത്തോടെ മാത്രം ഒരു ദൈവ പൈതലിന് അതിനോട് എടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം അത് തെറ്റായിട്ട് ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. മാത്രവുമല്ല, അതിന് യോഗ്യമായിട്ടുള്ള മാതൃകകൾ കാണിച്ചു കൊടുക്കേണ്ടത്, ജീവിതത്തിൽ മാതൃക ഉണ്ടായിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള ജീവിത യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വലിയ ഒരു കണക്ക് കൊടുക്കേണ്ട ദൈവസന്നിധിയിൽ, നമുക്കറിയാമല്ലോ, ഒരു ആത്മാവിന്റെ വില എന്ന് പറയുന്നത് സർവ്വലോകത്തിന്റെയും വിലയേക്കാൾ അധികമാണ്. അപ്പോൾ പിന്നെ ഒരു ആത്മാവിന് വേണ്ടി കണക്ക് കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്രയോ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഒരു സഭയിൽ 100 ആത്മാക്കൾ ഉണ്ടെങ്കിൽ 100 ആത്മാക്കൾക്ക് വേണ്ടി കൊടുക്കേണ്ടുന്നതായിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത് അത് നാം ചിന്തിക്കുന്നതിനൊക്കെ വളരെ അധികമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രിയമുള്ളവരെ, ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ദൈവം ദാനമായിട്ട് നൽകുന്നതും തന്റെ കൃപയാൽ ദാനമായിട്ട് നൽകുന്നതും അത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മാത്രമേ ശുശ്രൂഷക്കാരനായിട്ട് തീരുവാനായിട്ട് പാടുള്ളൂ, അത് സാധിക്കുകയുമുള്ളൂ. അല്ലാത്തതായിട്ടുള്ള ശുശ്രൂഷക്കാരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ മൂപ്പന്മാരോട് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ പറയുമ്പോൾ, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും, ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാരായി വിശ്വാസികളെ, ദൈവജനത്തെ വളർത്തി കർത്താവിന്റെ സ്വരൂപത്തോട് അവരെ അനുരൂപരാക്കി, അവരെ തികഞ്ഞവരാക്കി, അല്ലെങ്കിൽ ക്രിസ്തുവിൽ പൂർണ്ണരാക്കി നിർത്തുക എന്നുള്ളതാണ് ഒരു ആത്മീയ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അനേക സഭകളിലും ആത്മീയ ശുശ്രൂഷകന്മാരുടെ പ്രധാന ഒരു പരിപാടി എന്ന് പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായ, അവരാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു കൂട്ടം ഉണ്ടാകുകയും ആ കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളെ നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ എത്രയോ ദൈവവചനത്തിൽ നിന്നും വളരെയേറെ മാറിപ്പോയി എന്നുള്ളത് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ജാതികളായ നമുക്കും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വാഗ്ദത്തത്തിന്റെ അവകാശവും അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്കുള്ള പ്രവേശനവും നമുക്ക് ലഭിച്ചു എന്നുള്ളത് എത്രയോ നന്ദി പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. നാം കർത്താവിന്റെ ബന്ധസ്ഥനായിരിക്കുന്നു അല്ലെങ്കിൽ ബദ്ധനായിരിക്കുന്നുവോ എന്നുള്ളൊരു ചോദ്യമാണ്. കർത്താവിനോട് ബന്ധിക്കപ്പെട്ടതായിട്ട് നാം ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് കർത്താവ് പറയുന്നതിനപ്പുറം യാതൊരു സ്വാതന്ത്ര്യവുമില്ല എന്നുള്ളതും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ദൈവവചന പഠനം നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ പുതിയ കാഴ്ചപ്പാടുകൾക്കും പുതിയ വഴികളും വെട്ടിത്തുറന്ന് കർത്താവിന്റെ വഴിയെ അഞ്ഞെരുക്കമുള്ള വഴിയെ പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.